ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതിലേക്ക് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് മൂന്നും നല്ലതുപോലെ ചതച്ചത് ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ ചേർക്കുമ്പോഴാണ് ഇതിന് ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരാം. അപ്പോൾ ഇങ്ങനെ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില, ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ടൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ വേണം, ഓയിലല്ല, വെളിച്ചെണ്ണ. അത് ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളക് കൂടി കീറിയിടുമ്പോൾ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ ആവശ്യത്തിന് ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ തേങ്ങ കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. അതുവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ ഉണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ വീണ്ടും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം തേങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുവരെ ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത അഭിപ്രായം പറയാം. ബൈ.